രാമായണ കഥയിൽ ഊർമിളയുടെ ത്യാഗം പലപ്പോഴും ആരും അധികം ശ്രദ്ധിക്കാതെ പോകുന്നതായി കണ്ടിട്ടുണ്ട്. എന്നാൽ സീതയെപ്പോലെ പ്രാധാന്യം ഉള്ളവൾ തന്നെയാണ് പതിവ്രതയായ ഊർമിളയും. മറ്റാർക്കും അവകാശപ്പെടാനാകാത്ത ഊർമിളയുടെ ത്യാഗത്തിന്റെ കഥയാണ് ഇന്ന് നമ്മൾ ഹിന്ദുപുരാണം എന്ന ഈ ചാനലിലൂടെ പറയുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ കഥകൾക്കായി കാത്തിരിക്കുക. സീതാദേവിയുടെ സഹോദരിയും ജനകരാജാവിന്റെ പുത്രിയുമായിരുന്നു ഊർമിള. രാമൻ സീതയെ സ്വയംവരം ചെയ്തപ്പോൾ ലക്ഷ്മണൻ ഊർമിളയെ പരിണയിച്ചു. ദശരഥ മഹാരാജാവിന്റെ ആവശ്യപ്രകാരം രാമനും സീതയും വനവാസത്തിനു തയ്യാറായി. സഹോദരനെ മറ്റെന്തിനേക്കാളേറെ സ്നേഹിക്കുന്ന സാക്ഷാൽ ലക്ഷ്മണൻ അവരോടൊപ്പം അനുഗമിക്കാൻ തയ്യാറായി നിന്നു. തന്റെ പതിയെ വിട്ടുനിൽക്കുന്നത് ചിന്തിക്കാൻ പോലുമാകാത്ത ഊർമിള അവരോടൊപ്പം പോകാൻ തയ്യാറെടുത്തു. എന്നാൽ ലക്ഷ്മണൻ അതിന് സമ്മതിച്ചില്ല. ഊർമിള അയോധ്യയിൽ തന്റെ മാതാപിതാക്കളെ പരിചരിക്കണമെന്നും രാജ്യകാര്യങ്ങളിൽ പങ്കാളിയാകണമെന്നും പറഞ്ഞു. അതുമാത്രമല്ല, ഊർമിള തന്റെയൊപ്പം വന്നാൽ രാമനെയും സീതയെയും സേവിക്കുന്നതിൽ തനിക്ക് വീഴ്ച സംഭവിക്കുമെന്നും അതിനു താൻ തയ്യാറാകില്ലെന്നും ഉണർത്തിച്ചു. ലക്ഷ്മണന്റെ ഉദ്ദേശ്യശുദ്ധി മനസ്സിലാക്കിയ ഊർമിള അദ്ദേഹത്തെ വനത്തിലേക്ക് പോകാൻ ഹൃദയവേദനയോടുകൂടി സമ്മതിക്കുന്നു. രാമനും സീതയ്ക്കും സുരക്ഷയൊരുക്കുന്നതിനായി ഉറക്കമളഞ്ഞു രാവും പകലും ലക്ഷ്മണൻ കാവലിരുന്നു. ഉറക്കമില്ലാതെ ദിവസങ്ങൾ ചിലവഴിക്കുന്ന ലക്ഷ്മണന് മുന്നിൽ സാക്ഷാൽ നിദ്രാദേവത പ്രത്യക്ഷപ്പെട്ടു. എന്തുകൊണ്ടാണ് നിദ്രയെ അവഗണിക്കുന്നതെന്നും ഒരു മനുഷ്യനു അത്യാവശ്യം വേണ്ടത് വിശ്രമം ആണെന്നും പറയുന്നു. തന്റെ ലക്ഷ്യം സഹോദരനെയും ജ്യേഷ്ഠത്തിയെയും സംരക്ഷിക്കുന്നതാണ്, അതിനുവേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ സന്നദ്ധനാണ് താനെന്നുമായിരുന്നു ലക്ഷ്മണന്റെ ഭാഷ്യം. ലക്ഷ്മണന്റെ സഹോദരസ്നേഹത്തിലും ദൃഢനിശ്ചയത്തിലും പ്രസന്നയായ ദേവി 14 വർഷം ഉറക്കവും ക്ഷീണവും ലക്ഷ്മണനെ ബാധിക്കില്ലെന്ന വരം നൽകി. എന്നാൽ ലക്ഷ്മണൻ ഉപേക്ഷിച്ച നിദ്ര ആർക്കെങ്കിലും പകരമായി നൽകണം എന്ന വ്യവസ്ഥ ഉണ്ടായിരുന്നു. നിദ്രാദേവി അതുകഴിഞ്ഞു അയോധ്യയിൽ ഊർമിളക്കു മുന്നിൽ പ്രത്യക്ഷയായി നടന്ന കാര്യങ്ങൾ പറഞ്ഞു. ഊർമിള മറ്റൊന്നും ആലോചിക്കാതെ സന്തോഷമായി തന്നെ തന്റെ പതിയുടെ എല്ലാ ക്ഷീണവും നിദ്രയും ഏറ്റെടുക്കാൻ ഒരുക്കമാണെന്ന് ദേവിയോട് പറഞ്ഞു. ഊർമിളയുടെ ഈ ത്യാഗത്തിനു മുന്നിൽ പ്രസന്നയായ ദേവി ഊർമിളക്കും ഒരു വരം നൽകാൻ സന്നദ്ധയായി. വനവാസ സമയമായ 14 വർഷവും എന്റെ പതി എന്നെ മറന്നുപോകണം, എങ്കിലേ അദ്ദേഹത്തിന് തന്റെ കർത്തവ്യങ്ങൾ പൂർണ്ണമായും ചെയ്യാൻ സാധിക്കൂ എന്നായിരുന്നു ഊർമിള ചോദിച്ച വരം. മറ്റൊരു ഭാര്യയും ചോദിക്കാത്ത ഒരു വരമായിരുന്നു പതിവ്രതയായ ആ സ്ത്രീരത്നം ചോദിച്ചത്. നിദ്രാദേവി അത് നൽകുകയും ചെയ്തു. അങ്ങനെ ഊർമിളയുടെ ത്യാഗം ഒന്നുകൊണ്ട് മാത്രമാണ് രാമരാവണ യുദ്ധത്തിൽ രാവണന്റെ മകനായ മേഘനാഥനെ വധിക്കുവാൻ ലക്ഷ്മണൻ കഴിഞ്ഞത്. കാരണം നിദ്രയെ തോൽപ്പിച്ചവൻ മാത്രമേ മേഘനാഥനെ വധിക്കുവാൻ സാധിക്കുകയുള്ളായിരുന്നു. ഒരു നൊമ്പരത്തോടെയല്ലാതെ ഊർമിളയെ നമുക്ക് ഓർക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ ഒരു സ്ത്രീ ഇനി ഉണ്ടാവുകയുമില്ല. പാതിവൃത്യത്തിന്റെ മകുടോദാഹരണമായി ഇന്നും ഊർമിള ജനഹൃദയങ്ങളിൽ നിലകൊള്ളുന്നു.